നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത് PSC ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് വളരെ കോമൺ ആയിട്ട് ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എക്സ്പോണൻസ് അഥവാ കൃത്യംഗങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്. അതില് അതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് റൂൾസ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ കൃത്യംഗങ്ങൾ അല്ലെങ്കിൽ എക്സ്പോണൻസിന്റെ നമുക്ക് കണക്കുകൾ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇന്നത്തെ ഈ ഷോർട്ട് ആയിട്ടുള്ള ഈ വീഡിയോയിൽ നിങ്ങൾ പ്രധാനമായിട്ടുള്ള 4 റൂളുകൾ ഞാൻ പഠിപ്പിക്കും. അതോടൊപ്പം തന്നെ PSC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യും. അതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് എക്സ്പോണന്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കുറച്ച് ഉദാഹരണങ്ങൾ ഇങ്ങനെ എഴുതാം. a റൈസ് ടു എക്സ് അല്ലെങ്കിൽ 2 റൈസ് ടു 6, m റൈസ് ടു y അല്ലെങ്കിൽ 3 റൈസ് ടു 4. നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടാവും. ഈ രീതിയിൽ എഴുതുന്ന സംഖ്യകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് നിങ്ങൾ ഓരോന്നും നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. a റൈസ് ടു എക്സ്, ഇതിന് 2 പാർട്ട് ഉണ്ട്, a ഉണ്ട് എക്സും ഉണ്ട്. 2 റൈസ് ടു 6 എന്ന് എഴുതുമ്പോൾ ഇവിടെ 2 പാർട്ട് ഉണ്ട്, 2ഉം 6ഉം. അതുപോലെ m റൈസ് ടു y, 2 പാർട്ട് ഉണ്ട്, m ഉം y ഉം. 3 റൈസ് ടു 4 എന്ന് എഴുതുമ്പോൾ 2 പാർട്സ് ആണുള്ളത്, 3ഉം 4ഉം. ഈ രണ്ട് പാർട്സിന് ഈ താഴെ എഴുതുന്ന സംഖ്യ ഉണ്ടല്ലോ, താഴെ, ഇപ്പം ഈ കേസിൽ താഴെ വന്നിരിക്കുന്നത് a ആണ്, ഇവിടെ വന്നിരിക്കുന്നത് 2 ആണ്, ഇവിടെ വന്നിരിക്കുന്നത് m ആണ്, ഇവിടെ വന്നിരിക്കുന്നത് 3 ആണ്. ഈ താഴെ വന്നിരിക്കുന്ന ആളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബേസ്. ഓക്കെ, അപ്പം ഈ മുകളിൽ എഴുതിക്കുന്ന എക്സാമ്പിളിൽ ബേസ് എന്ന് പറയുന്നത് a, 2, m ഇതൊക്കെയാണ് മുകളിൽ കൊടുത്തിരിക്കുന്ന 4 പ്രോബ്ലത്തിൽ ബേസ് ആയിട്ട് വരുന്നത്. ഇനി പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുകളിൽ ഇരിക്കുന്ന സംഖ്യ ഉണ്ടല്ലോ, ഇപ്പൊ ഇവിടെ ഞാൻ മുകളിൽ a റൈസ് ടു എക്സിൽ ഞാൻ മുകളിൽ ഇരിക്കുന്ന സംഖ്യ x, ഇവിടെ 6, ഇവിടെ y, ഇവിടെ 4. അതായത് x 6 y 4. അപ്പൊ ഇവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പവർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം. ഇതിന്റെ മീനിങ് എന്താണെന്നുകൂടെ നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ 3 റൈസ് ടു 4, 3 റൈസ് ടു 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ 3നെ 4 പ്രാവശ്യം എഴുതി ഗുണിക്കുക. അതാണ് 3 റൈസ് ടു 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ്. ഇനി നേരെ വെച്ച് 4 റൈസ് ടു 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മീനിങ്? ഈ 4 റൈസ് ടു 3യിലെ ബേസ് എന്ന് പറയുന്ന 4ഉം പവർ എന്ന് പറയുന്നത് 3 ആണ്. ഇതിന്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 4നെ നമ്മൾ എത്ര തവണ എഴുതി ഗുണിക്കുക? 3 തവണ എഴുതി ഗുണിക്കുക എന്നാണ് മീനിങ്. ഇനി മുകളിലിരിക്കുന്ന രണ്ടാമത്തെ കണക്ക് 2 റൈസ് ടു 6, 2 റൈസ് ടു 6 എന്ന് വെച്ചാൽ അതിന്റെ മീനിങ് എന്താ? 2നെ 6 തവണ എഴുതി ഗുണിക്കുന്നതിനാണ് 2 റൈസ് ടു 6 എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് അതിന്റെ മീനിങ്. നമ്മൾ ഇങ്ങനെ നീട്ടി ഇങ്ങനെ എഴുതി ഗുണിക്കുന്നതിന് ഷോർട്ട് ആക്കിയുള്ള ഒരു റെപ്രസെന്റേഷൻ ആണ് ഈ എക്സ്പോണന്റ് കൊണ്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എക്സ്പോണന്റ് ആയിട്ട് എഴുതുമ്പോഴത്തേക്ക് അതിന് ബേസിക്കലി 2 പാർട്ടാണുള്ളത്. അതിൽ താഴെ വരുന്ന ആളെ നമ്മൾ ബേസ് എന്നും അതിന്റെ മുകളിൽ എഴുതുന്ന ആളെ നമ്മൾ പവർ എന്നും വിളിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്താണ് ബേസ്, എന്താണ് പവർ എന്ന് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് എന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, നമ്മൾ കണക്കുകൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാം. ഇനി ഞാൻ ആദ്യത്തെ റൂൾ നമ്പർ 1 നമുക്ക് നോക്കാം. എന്താണ് റൂൾ നമ്പർ? കുറച്ച് എക്സാമ്പിൾ എഴുതാം. പരീക്ഷയ്ക്ക് നിങ്ങൾ കണ്ടുള്ള ചോദ്യങ്ങളാണ്. 3 റൈസ് ടു 4 ഗുണം 3 റൈസ് ടു 6, അല്ലെങ്കിൽ 4 റൈസ് ടു 5 ഗുണം 4 റൈസ് ടു 7. ഇനി മറ്റൊരു ചോദ്യം എഴുതാം. 15 സ്ക്വയർ, 15 റൈസ് ടു 2 ഇൻറ്റു 15 റൈസ് ടു 5. ഈ ചോദ്യങ്ങളുടെ എല്ലാം പ്രത്യേകത നിങ്ങൾ നോക്കാം. 2 സംഖ്യകൾ തമ്മിൽ ഗുണിക്കുകയാണ്. ഈ ഗുണിക്കുന്ന സംഖ്യയുടെ പ്രത്യേകത എന്താ? 3 റൈസ് ടു 4ഉം 3 റൈസ് ടു 6ഉം രണ്ടിടത്തും ബേസ് ആരാണ്? 3 തന്നെയാണ്. ഓക്കെ, അടുത്ത കണക്ക് നോക്കൂ. 4 റൈസ് ടു 5, 4 റൈസ് ടു 7. 4 റൈസ് ടു 5ന്റെയും ബേസ് 4 ആണ്, 4 റൈസ് ടു 7ന്റെയും ബേസ് 4 ആണ്. 15 സ്ക്വയറും 15 റൈസ് ടു 5 രണ്ടിടത്തും ബേസ് ആരാണ്? 15 ആണ്. അപ്പൊ ബേസ് സെയിം ആയിട്ട് വരുന്ന സംഖ്യകളെ എങ്ങനെ ഗുണിക്കും എന്നുള്ളതിന്റെ റൂൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ, അപ്പം ഇതിന്റെ ആൻസർ ഞാൻ അങ്ങ് ആദ്യം തന്നെ എഴുതാം. 3 റൈസ് ടു 4 ഇൻറ്റു 3 റൈസ് ടു 6 എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 റൈസ് ടു 4 പ്ലസ് 6, അതായത് 3 റൈസ് ടു 10. ഓക്കെ, അടുത്തെന്താണ്? 4 റൈസ് ടു 5 പ്ലസ് 7. അപ്പൊ എന്ത് വരും? 5ഉം 7ഉം 12. അപ്പൊ നമ്മളിവിടെ എന്താണ് ചെയ്തിരിക്കുന്നത്? ഞാൻ ഈ കണക്കുകളിൽ എന്താണ് ചെയ്തിരിക്കുന്നത്? ബേസ് സെയിം ആയിട്ടുള്ള 2 സംഖ്യകളെ ഗുണിക്കുമ്പോൾ നമ്മൾ അതിന്റെ പവറിന്റെ സം എടുക്കും. ഇവിടെ നോക്കിയേ,
3⁴ ഇൻറ്റു 3�6 എടുത്തപ്പോഴത്തേക്ക് ഞാൻ ആരെ ആഡ് ചെയ്തു? ദേ ഈ 4ഉം 6ഉം കൂടെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ എന്ത് ആൻസർ ഇരിക്കുന്നത്? 3⁻10 എന്നിരിക്കുന്നത്. രണ്ടാമത്തെ കണക്ക് നോക്കൂ. 4⁵5 4�7. ഞാൻ എന്താ ചെയ്തിരിക്കുന്നത്? 5+7. 5+7 ആണ് ഞാൻ എന്ത് എഴുതിയിരിക്കുന്നത്? 12 എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി അതേപോലെ നിങ്ങൾ അടുത്ത കണക്ക് ഞാൻ എന്ത് വരും? 5² ഇൻറ്റു 15² അപ്പൊ 15⁻2 പ്ലസ് 5. അപ്പൊ എന്ത് വരും? 15⁻7. ഞാനപ്പോ ഇവിടെ എന്താണ് ചെയ്തിരിക്കുന്നത്? ഇവിടെ ചെയ്തിരിക്കുന്നതാണ് 15² 15⁻5. രണ്ടും കൂടെ ആഡ് ചെയ്തു. 5 + 2 7. അപ്പൊ ഇതിനെ ഒരു റൂൾ ആയിട്ട് ഞാൻ എഴുതുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരും എന്ന് നമുക്ക് നോക്കാം. ഇതിനൊരു റൂൾ ആയിട്ട് ഞാൻ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ. a⁻m ഇൻറ്റു a⁻n എന്ന് പറയുന്നത് a⁻m+n ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ റൂൾ എന്ന് പറയുന്നത്. അപ്പം ബേസ് സെയിം ആയിട്ടുള്ള രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ പവർ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടുത്തെ ബേസ് എന്താണ്? ആ ബേസ് ഇവിടെ സെയിം ആണ്. ഓക്കെ, ഒരു 2-3 എക്സാമ്പിളോടെ നമുക്ക് നോക്കാം. 3⁴ ഇൻറ്റു 3�6. അപ്പൊ ഞാൻ പറഞ്ഞ പ്രകാരം എന്താണ്? 3⁴ + 6. അപ്പൊ എത്ര വരും? 3⁻10. ഇനി അടുത്തൊരു കണക്ക്. y⁻6 ഇൻറ്റു y⁻7. അപ്പൊ 6ഉം 7ഉം കൂടെ നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അപ്പം y⁻13. ഓക്കെ, ഇനി ഒരു നെഗറ്റീവ് വരുന്ന കണക്ക്. അതായത് 8⁻14 ഇൻറ്റു 8⁻2. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ റൂൾ പ്രകാരം ബേസ് സെയിം ആണോ നോക്കുക. ബേസ് സെയിം ആണ്. അപ്പം ബേസ് സെയിം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മുകളിലുള്ള സംഖ്യയെ അങ്ങ് കൂട്ടുക. അപ്പൊ -14 പ്ലസ് -2. അപ്പൊ എത്ര കിട്ടും? -16. ഓക്കെ, അടുത്തത് ഒരു p⁻19 ഇൻറ്റു p⁻50. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? p⁻19 പ്ലസ് 50. അപ്പൊ എന്ത് വരും? p⁻16. അപ്പൊ നിങ്ങൾക്ക് ഈ റൂള് മനസ്സിലായി വിശ്വസിക്കുന്നു. അതായത് നമ്മുടെ റൂൾ ഇത്രേ ഉള്ളൂ. ബേസ് സെയിം നോക്കി. a⁻m a⁻n ബേസ് സെയിം ആണ്. നമ്മൾ പവർ നോക്കുക, എമ്മും എന്നും. അപ്പം m+n. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതിന്റെ മൾട്ടിപ്ലിക്കേഷൻ റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കപ്പോ ഇനി നെക്സ്റ്റ് റൂളിലേക്ക് പോകാം. അടുത്ത റൂൾ, നമ്മളിപ്പോ മൾട്ടിപ്ലിക്കേഷൻ ആണല്ലോ പഠിച്ചത്, എങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ അടുത്ത റൂൾ ഏതായിരിക്കും? അടുത്ത റൂൾ എന്ന് പറയുന്നത് ഡിവിഷനുമായിട്ട് ബന്ധപ്പെട്ട റൂളാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോണ റൂൾ. അപ്പൊ കുറച്ച് കണക്ക് നമുക്ക് നോക്കാം. കണക്ക് ഇത്രേ ഉള്ളൂ. ഇപ്പം ഒരു 4⁻18 ഡിവൈഡഡ് ബൈ 4⁻10. മറ്റൊരു ചോദ്യം 10⁻16 ഡിവൈഡഡ് ബൈ 10⁻6. ഓക്കെ, മറ്റൊരു ചോദ്യം 8⁻10 ഡിവൈഡഡ് ബൈ 8². ഓക്കെ, ഈ ഹരണം, ഈ ഭാഗം എന്ന് പറയുന്ന ഇത് രണ്ടും ഒന്നാണ്. ഇവിടെ ഞാൻ ഇരിക്കുന്നത് ഭാഗം അല്ലെങ്കിൽ ഡിവൈഷൻ, ഡിവൈഡ് ചെയ്യുക എന്ന് പറയുന്ന നൊട്ടേഷൻ. ഇവിടെ ഞാൻ ഇങ്ങനെ വരെ രണ്ടും ഒന്നാണ് മീനിങ്. ഓക്കെ, നിങ്ങൾക്ക് അറിയാൻ വിശ്വസിക്കുന്നു. അതായത് ഇപ്പം a/b എന്ന് പറയുന്നതും a/b എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? സെയിം ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ കണക്കിലേക്ക് നോക്കാം. അപ്പൊ ഇവിടുത്തെ ഒന്നാമത്തെ ചോദ്യം 4⁻18 ഡിവൈഡഡ് ബൈ 4⁻10 എന്നായിരുന്നു ചോദ്യം. ഞാൻ ആൻസർ ഇങ്ങനെ ചെയ്യാം, എന്നിട്ട് നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടാണ് ഞാൻ അവിടെ ചെയ്ത് നിങ്ങൾ നോക്കിയാൽ. 4⁻18 ഡിവൈഡ് ബൈ 4⁻10 എന്ന് വെച്ച് കഴിഞ്ഞാൽ 4⁻18 മൈനസ് 10. അപ്പൊ എത്ര വരും? 18 മൈനസ് 10 8. ഓക്കെ, ഇതായിരുന്നു ഫസ്റ്റ് പ്രോബ്ലം. ഇനി രണ്ടാമത്തെ കണക്ക് നോക്കാം. 10⁻16 ഭാഗം 10⁻6. അപ്പൊ ഞാൻ ചെയ്യാൻ പോണത് 10⁻16 മൈനസ് 6 ഈക്വൽ ടു 10⁻10. ഓക്കെ, അടുത്തത് ഇത് രണ്ട് സെയിം ആണ്. ഞാൻ ഡിവൈഡഡ് ബൈ എന്ന് എഴുതിയാലും ഭാഗം എന്ന് എഴുതിയാലും സെയിം തന്നെയാണ്. അപ്പൊ ഇത് 8⁻10 മൈനസ് 2. അപ്പൊ ആൻസർ 8⁻8. ഓക്കെ, നിങ്ങൾ നോക്കാം എന്താണ് ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഡിവിഷനിൽ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
418 ഭാഗം 410 എന്ന് പറഞ്ഞപ്പോ ഞാൻ ചെയ്ത് എന്ത് ചെയ്തു? 418 -10 എന്ന് എഴുതി. ഓക്കെ, അതായത് മുകളിലുള്ള സംഖ്യയുടെ പവറിൽ നിന്നും താഴെയുള്ള സംഖ്യയുടെ പവർ എന്ത് ചെയ്തു? സബ്ട്രാക്ട് ചെയ്തു. രണ്ടാമത്തെ കണക്ക് നോക്കൂ. 10⁻16 ഭാഗം 10⁻6. അപ്പൊ ആദ്യം കിടക്കുന്ന 10⁻16 ആണല്ലോ. അപ്പൊ 10⁻16. അത് കഴിഞ്ഞാൽ എന്താ പറയുന്നത്? 6. അപ്പം 16 - 6. അടുത്ത നോക്കിയേ, 8⁻10 ഡിവൈഡ് ബൈ 8 സ്ക്വയർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 10ൽ നിന്നും നമ്മൾ എന്ത് കുറയ്ക്കണം? 2 കുറയ്ക്കണം. അപ്പൊ നമുക്ക് ഇതിനെ ഒരു റൂൾ ആക്കി ഇപ്പം എഴുതുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? a⁻m ഭാഗം a⁻n എന്ന് പറയുന്നത് എന്ത് വരും? a⁻m-n. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഈ ഭാഗം എന്ന് എഴുതുന്നതും a/b എന്ന് എഴുതുന്നതും രണ്ട് സെയിം എന്ന് പറഞ്ഞു. ആ രീതിക്ക് പറയുകയാണെങ്കിൽ a⁻m ഡിവൈഡഡ് ബൈ a⁻n എന്ന് പറയുന്നത് a⁻m-n എന്നാണ്. ഇതാണ് നമ്മുടെ റൂൾ 2 എന്ന് പറയുന്നത്. അപ്പൊ റൂൾ 2 എന്തിനെ പറ്റിയാണ് പറയുന്നത്? ഡിവിഷനെ പറ്റിയാണ് റൂൾ 2 പറയുന്നത്. മനസ്സിലായി? അപ്പൊ നിങ്ങൾ നോക്കുക, ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ റൂൾ എന്തായിരുന്നു? മൾട്ടിപ്ലിക്കേഷനെ സംബന്ധിച്ചാണ് ഫസ്റ്റ് റൂൾ പറയുന്നത്. a⁻m ഇൻറ്റു a⁻n എന്ന് പറയുന്നത് a⁻m+n എന്നാണ്. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, കണ്ടോ? അപ്പം a⁻m ഇൻറ്റു a⁻n എന്ന് വെച്ച് കഴിഞ്ഞാൽ a⁻m+n മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പൊ നിങ്ങൾ ഒബ്സർവ് ചെയ്യണം, ബേസ് രണ്ടിടത്തും സെയിം ആണ്. ബേസ് സെയിം ആണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് പവർ തമ്മിൽ കൂട്ടുക. ഇനി രണ്ടാമത്തെ റൂള് നമ്മൾ എന്താണ് പഠിച്ചിരിക്കുന്നത്? ഡിവിഷനെ സംബന്ധിച്ചാണ് നമ്മുടെ രണ്ടാമത്തെ റൂള്. അപ്പം നിങ്ങൾ ഒബ്സർവ് ചെയ്യുക, രണ്ടിടത്തും ബേസ് എന്താണ്? ഇവിടെയും എ, ഇവിടെയും എ, ഇവിടെ രണ്ടും ഓക്കെ എ ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം വന്നിരിക്കുന്ന ആളിൽ നിന്നും, ആദ്യം വന്നിരിക്കുന്ന ഇവിടെ ആരാ? എം. രണ്ടാമത് വന്നിരിക്കുന്ന ആൾ എന്ത് ചെയ്യുക? കുറയ്ക്കുക. ഇനി ഈ രീതിക്കാണ് എഴുതുന്നതെങ്കിൽ മുകളിൽ എഴുതിയിരിക്കുന്ന ആളിൽ നിന്നും താഴെ ഇരിക്കുന്ന ആളുടെ പവർ കുറയ്ക്കുക. ഓക്കെ, ഇത് രണ്ടും സെയിം ആണ് കേട്ടോ. ഇത് രണ്ടും സെയിം ആണ്. ഇതും ഇതും സെയിം ആണ്. ഓക്കെ, ഒരേ കാര്യത്തെ നമ്മൾ രണ്ട് രീതിയിൽ എഴുതിയിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 2-3 കണക്ക് നമുക്ക് നോക്കാം. അപ്പം 102⁻50 ഭാഗം 102⁻15. അപ്പൊ നമ്മൾ പഠിച്ച റൂൾ വെച്ച് നമ്മൾ എന്ത് ചെയ്തു? 102 ആണ് രണ്ടിടത്തെയും ബേസ്. സോ 102 ആദ്യം എഴുതുന്നു. എന്നിട്ട് ആദ്യം വന്നിരിക്കുന്ന 50 ആണ്, മുകളിൽ രണ്ടാമത് വന്നിരിക്കുന്ന 15 ആണ്. അപ്പം 102⁻35. അടുത്ത ചോദ്യം, a⁻20 ഭാഗം a⁻5. അപ്പൊ നോക്കിയേ, ബേസ് രണ്ടിടത്തും a ആണ്. അപ്പൊ നമ്മൾ എഴുതും a⁻20 - 5. അപ്പൊ a⁻15. അടുത്ത ചോദ്യം, x⁻66. വേറൊരു രീതിയിൽ അപ്പൊ എഴുതാം, x⁻6. അപ്പൊ ഇതെന്ത് വരും? x⁻66 - 6. x⁻60. അടുത്ത ചോദ്യം, 3⁻11 ഡിവൈഡഡ് ബൈ 3⁻20. അപ്പൊ 3⁻11 - 20. ഓക്കെ, നമ്മൾ സബ്ട്രാക്ട് ആണ് ചെയ്യുന്നത്. അപ്പം 11 20 പോയി കഴിഞ്ഞാൽ 9 -9. ഓക്കെ, അപ്പം അടുത്തൊരു ചോദ്യം, z⁻15 ഡിവൈഡഡ് ബൈ z⁻20. ബേസ് സെയിം ആണ്. അപ്പം z⁻15 -20. അപ്പം z⁻−5. ഓക്കെ, നിങ്ങൾക്ക് റൂള് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് റൂൾ 2 എന്ന് പറയുന്നത്. ഇനി അടുത്ത റൂളിലേക്ക് നമുക്ക് പോവാം, റൂൾ 3. അപ്പൊ ഇത് കഴിഞ്ഞു റൂൾ 3. അപ്പൊ നമ്മൾ പഠിച്ചിരിക്കുന്നത് മൾട്ടിപ്ലിക്കേഷനെ സംബന്ധിച്ചുള്ള റൂളും പഠിച്ചു, അതേപോലെ ഡിവിഷനെ സംബന്ധിച്ചിടത്തോളം റൂളും പഠിച്ചു. അടുത്ത് പഠിക്കാൻ പോകുന്നത് ഡബിൾ പവർ ആണ്. ഡബിൾ പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 തവണ പവർ വരും. ഒരു പവറിന്റെ മുകളിൽ അടുത്ത പവർ വരും. ഫോർ എക്സാമ്പിൾ 3⁻12 whole⁻8. കണ്ടോ, 2 പവർ ഉണ്ട്. 3യുടെ പവർ ആയിരുന്നു 12, പിന്നെ 12ന് മറ്റൊരു പവർ ഉണ്ട്, മുകളിൽ ആരുണ്ട്? 8 ഉണ്ട്. അടുത്ത മറ്റൊരു എക്സാമ്പിൾ 2³ whole⁻6.
അപ്പൊ ആദ്യം ബേസ് 2 ആയിരുന്നു, അതിന് പവർ 3 വന്നു, പിന്നെ ഒരു പവർ 6 വന്നു. അടുത്തൊരു എക്സാമ്പിൾ എക്സ് റൈസ് ടു 8 റൈസ് ടു 10. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പൊ ഇതെങ്ങനെയാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ആ പവർ ഡബിൾ പവർ ആണല്ലോ, ആ പവറുകൾ തമ്മിൽ അങ്ങോട്ട് ഗുണിച്ചേക്കുക. അപ്പൊ ഇവിടെ എന്താ ആൻസർ വരാൻ പോണത്? 3 റൈസ് ടു 12 ഇൻറ്റു 8. ഓക്കെ, 3 റൈസ് ടു 12 ഇൻറ്റു 8 എന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ 12 ഇൻറ്റു 8 വരുമ്പോഴത്തേക്ക് 120 24 കുറയ്ക്കുമ്പോൾ 96. അപ്പൊ 3 റൈസ് ടു 96. അപ്പൊ ഇതാണ് ഒന്നാമത്തെ ആൻസർ. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? പവറിനെ അങ്ങോട്ട് ഗുണിക്കുക. അപ്പൊ 3 ഗുണം 6. അപ്പൊ എന്ത് വരും? 18. 6 കൊണ്ട് 18. അപ്പൊ ഇതാണ് രണ്ടാമത്തേതിന്റെ ആൻസർ. ഇതിന്റെ ആൻസർ അപ്പൊ എന്ത് വരും? ഞാൻ പറഞ്ഞു പവർ തമ്മിൽ എന്ത് ചെയ്താ ഗുണിക്കുക. അപ്പൊ എക്സ് റൈസ് ടു 8 ഇൻറ്റു 10. അപ്പൊ എക്സ് റൈസ് ടു 18. അപ്പൊ നമ്മൾ ഇതിനൊരു ഇക്വേഷൻ ആക്കി എഴുതിയാൽ അപ്പൊ എന്ത് സംഭവിക്കും? എ റൈസ് ടു എം ഹോൾ റൈസ് ടു എൻ എന്ന് പറയുന്നത് എ റൈസ് ടു എം എൻ. അപ്പൊ ഇതാണ് നമ്മുടെ റൂൾ നമ്പർ 3. റൂൾ നമ്പർ 3 എന്ന് പറയുന്നത് എന്തിനെ പറ്റിയുള്ളതാണ്? ആ ഡബിൾ പവർ വരുന്ന കേസാണ് റൂൾ നമ്പർ 3 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആ റൂൾ നമ്പർ 3 വെച്ചുള്ള കുറച്ച് കണക്കുകൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ചോദ്യം 4 റൈസ് ടു 11 റൈസ് ടു 11. ഡബിൾ പവർ ആണല്ലോ. ഡബിൾ പവർ ആണ്, നമ്മൾ എന്ത് ചെയ്യും? അങ്ങ് ഗുണിക്കും. 4 റൈസ് ടു 11 ഇൻറ്റു 11. 4 റൈസ് ടു 121. അടുത്ത ചോദ്യം എക്സ് റൈസ് ടു 8 റൈസ് ടു എൻ. ബേസ് എക്സ് ആണ്, രണ്ട് പവർ ഉണ്ട്, 8 ഉണ്ട്, n ഉണ്ട്. അപ്പൊ എക്സ് റൈസ് ടു 8 ഇൻറ്റു എൻ. അപ്പം എക്സ് റൈസ് ടു 8n. അടുത്ത ചോദ്യം y റൈസ് ടു എ റൈസ് ടു ബി. അപ്പൊ എന്ത് വരും? y റൈസ് ടു എ ഇൻറ്റു ബി. അപ്പൊ y റൈസ് ടു എ ബി. അപ്പൊ ഇങ്ങനെയാണ് ഡബിൾ പവർ വരുന്ന കണക്ക്. ഇനി പി എസ് സിക്ക് ചോദിച്ച കുറച്ച് എക്സാമ്പിൾ ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു ഡബിൾ പവറിനെ പറ്റി പറഞ്ഞല്ലോ. പി എസ് സിക്ക് പക്ഷെ ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു, 5 റൈസ് ടു 3 റൈസ് ടു 8. കഴിഞ്ഞില്ല, അവര് ട്രിപ്പിൾ പവറാണ് ചോദിച്ചത്, റൈസ് ടു 10. അപ്പം നിങ്ങൾക്കറിയാം ഇതെന്താണ്? ആ ട്രിപ്പിൾ പവർ ആണ്. 3 പവേഴ്സ് ഉണ്ട്, വ്യത്യാസമൊന്നുമില്ല. ഡബിൾ പവർ വന്നപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? പവേഴ്സിനെ എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. അതേ റൂൾ തന്നെയാണ് ട്രിപ്പിൾ പവർ വരുമ്പോൾ ചെയ്യുന്നത്. അപ്പൊ ഇതെന്ത് വരും? 5 റൈസ് ടു 3 ഗുണം 8 ഗുണം 10. അപ്പൊ 8 24. അപ്പൊ 240 എന്ന ആൻസർ കിട്ടി. ഓക്കെ, കഴിഞ്ഞു. ഇനി അടുത്ത ചോദ്യം 3 സ്ക്വയർ റൈസ് ടു 8 റൈസ് ടു 4. ഇവിടെയും ട്രിപ്പിൾ പവർ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഗുണിക്കുക. അപ്പൊ എന്ത് വരും? 3 റൈസ് ടു 2 16 32 64. ഓക്കെ, അടുത്ത ചോദ്യം എ റൈസ് ടു എം റൈസ് ടു എൻ ഹോൾ റൈസ് ടു പി. അപ്പൊ 3 പവർ ഉണ്ട്, എം ഒരു പവർ ആണ്, അടുത്ത പവർ എൻ ആണ്, അടുത്ത പവർ പി ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എം ഇൻറ്റു എൻ ഇൻറ്റു പി. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? എം എൻ പി എന്ന് എഴുതും. അപ്പൊ ഇതാണ് റൂൾ നമ്പർ 3 എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് ഇതുവരെയുള്ള റൂൾ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് നോക്കാം. നമ്മൾ ആദ്യം പഠിച്ച റൂൾ ഏതായിരുന്നു? ആദ്യം പഠിച്ച റൂൾ ഇതായിരുന്നു, ബേസ് സെയിം ആയിട്ടുള്ള രണ്ട് എക്സ്പോണൻസുകൾ തമ്മിൽ എങ്ങനെയാണ് ഗുണിക്കുന്നത്? ബേസ് സെയിം ആയിട്ടുള്ള രണ്ട് എക്സ്പോണന്റുകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ ആ പവർ തമ്മിൽ ആഡ് ചെയ്താൽ മതി. അപ്പൊ അതാണ് എക്സ്പോണന്റിന്റെ മൾട്ടിപ്ലിക്കേഷൻ റൂൾ എന്ന് പറയുന്നത്. മൾട്ടിപ്ലിക്കേഷൻ റൂൾ കഴിഞ്ഞു. അടുത്തത് റൂൾ നമ്പർ 2 എന്ന് പറയുന്നത് എക്സ്പോണന്റിന്റെ ഡിവിഷൻ റൂൾ ആണ്. എക്സ്പോണന്റ് തമ്മിൽ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തത്? ബേസ് സെയിം ആയിട്ടുള്ള എക്സ്പോണന്റ് തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ഒന്നാമത് വന്നിരിക്കുന്ന ആളുടെ പവറെ മൈനസ് രണ്ടാമത്തെ ആളുടെ പവർ. ഓക്കെ, ഈ ഫോമിൽ എഴുതുവാണെങ്കിൽ, ഇനി ഈ ഫോമിലാണ് എ റൈസ് ടു എം ഡിവൈഡഡ് ബൈ എ റൈസ് ടു എൻ എന്ന് പറയുന്ന രീതിയിലാണ് എഴുതിക്കുന്നതെങ്കിൽ മുകളിൽ വന്നിരിക്കുന്ന ആളുടെ പവറെ മൈനസ് താഴെ വന്നിരിക്കുന്ന ആളുടെ പവർ. ഓക്കെ, രണ്ടും ഇതാണ് റൂൾ നമ്പർ 2 എന്ന് പറയുന്നത്. റൂൾ നമ്പർ 3 എന്ന് പറയുന്നത് ഡബിൾ പവർ അല്ലെങ്കിൽ ട്രിപ്പിൾ പവർ എന്ന് പറയുന്ന കണക്കുകളാണ്. അപ്പം എ റൈസ് ടു എം റൈസ് ടു എൻ കണ്ടുപിടിക്കാൻ പവറുകൾ തമ്മിൽ ഗുണിച്ചാൽ മതി, എ റൈസ് ടു എം എൻ. അപ്പൊ ഇതാണ് നമ്മുടെ 3 റൂൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് അറിയേണ്ട മറ്റൊരു 4ാമത്തെ റൂൾ. നിങ്ങൾ ചോദ്യം കണ്ടിട്ടുണ്ടായിരിക്കും, റൂൾ 4. ഓക്കെ, റൂൾ 4 ഇതാണ്, 5 റൈസ് ടു 0 എത്ര, അല്ലെങ്കിൽ എക്സ് റൈസ് ടു 0 എത്ര, അല്ലെങ്കിൽ എ റൈസ് ടു 0 എത്ര,
അല്ലെങ്കിൽ 16⁻0 എത്തണം. അപ്പൊ ഇത് നിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത കാര്യമാണ്. ഏത് സംഖ്യയുടെ പവറിൽ 0 വന്നാലും ആൻസർ ഇതിനെല്ലാം കൂടെ ആരായിരിക്കും? 1. അതായത് ഇപ്പൊ ചക്ക റൈസ് ടു 0 എന്ന് പറയുന്നത് 1 ആണ്, മാങ്ങ റൈസ് ടു 0 എന്ന് പറയുന്നതും 1 ആണ്. ഓക്കെ, അപ്പൊ ജനറലി എ റൈസ് ടു 0 എന്ന് പറയുന്നത് 1 ആയിരിക്കും. എ എന്ന് പറയുന്നത് എനി ബേസ്. ഓക്കെ, ഈ എ എന്ന് പറയുന്നത് ഏത് ബേസും ആയിക്കോട്ടെ, എ റൈസ് ടു 0 എല്ലായ്പ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. ഇതാണ്. അപ്പം ഈ 5 റൈസ് ടു 0യുടെ ആൻസർ 1, എക്സ് റൈസ് ടു 0യുടെ ആൻസർ 1, എ റൈസ് ടു 0യുടെ ആൻസർ 1, 16 റൈസ് ടു 0യുടെ ആൻസർ 1. ഇതിന്റെ എല്ലാ ആൻസർ എന്തായിരിക്കും? അപ്പം എനി നമ്പർ റൈസ്, നമ്മൾ ഈ 0 കാണുമ്പോഴേക്ക് ചാടി കയറി 0 എന്ന് എഴുതാൻ ഒരു ടെൻഡൻസി വരും. ഓക്കെ, ഇത് തെറ്റാണ്. ഓക്കെ, എനി നമ്പർ റൈസ് ടു 0 എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. പരീക്ഷയ്ക്ക് ചോദിച്ച പല പല പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ. അതില് ഒന്നാമത്തെ ചോദ്യം, എക്സ് റൈസ് ടു -8 ഇൻറ്റു എക്സ് റൈസ് ടു 8. ഇത് ഏത് റൂളാണ് നമ്മൾ നോക്കേണ്ടത്? അപ്പൊ നമ്മൾ നോക്കുന്നു ബേസ് സെയിം ആണോ? അതെ, ബേസ് സെയിം ആണ്. രണ്ടിടത്തും ബേസ് ആരാണ്? എക്സ് ആണ്. അപ്പൊ ബേസ് സെയിം ആണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ പവറുകൾ തമ്മിൽ കൂട്ടിയാൽ മതി. അപ്പൊ -8 + 8, അപ്പൊ എന്ത് വരും? -8ഉം 8ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 0. എക്സ് റൈസ് ടു 0. ഞാനിപ്പോ പറഞ്ഞു നിർത്തിയതുള്ളൂ. ഏത് സംഖ്യയുടെ പവറിൽ 0 വന്നാലും ആൻസർ എത്രയായിരിക്കും? 1. അപ്പൊ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. ഇനി പി എസ് സിക്ക് ചോദിച്ചാൽ രണ്ടാമത്തെ മറ്റൊരു ചോദ്യം, 10⁻8 ഭാഗം 10⁻−8. അപ്പൊ നമ്മൾ ഇതിനെ എന്ത് എഴുതും? ഡിവിഷൻ റൂൾ ആണ്, ബേസ് സെയിം ആണ്. അപ്പം 10⁻8 മൈനസ് എന്ത് ചെയ്യണം? ആ താഴെ വന്നാലുള്ള പവർ എത്രയാണ്? അത് -8 ആണ്. നിങ്ങൾക്കറിയാം മൈനസും മൈനസും കൂടെ തമ്മിൽ ചേർന്നാൽ എന്തായി തീരും? ആ പ്ലസ് ആയി തീരും. അപ്പം 8 + 8 16. അപ്പൊ 10⁻16 എന്ന് നമുക്ക് ആൻസർ ആയി. ഇനി മൂന്നാമത്തെ ചോദ്യം, 3 - 4 + 7 റൈസ് ടു 0. ഇത് നിങ്ങളിപ്പോ ഞാൻ പഠിച്ചത് നല്ലപോലെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സംശയമില്ലാതെ ആൻസർ എഴുതി വെക്കും. എത്ര? 1. ഞാൻ നിങ്ങളോട് പറഞ്ഞു എനി നമ്പർ റൈസ് ടു 0 എത്രയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു? 1 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി ചില ആളുകൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ കൂട്ടാൻ നിൽക്കും. ചിലപ്പോൾ 3 - 4 -1 -1ഉം 7ഉം കൂടെ കൂട്ടുമ്പോഴത്തേക്ക് 6. അപ്പൊ 6 റൈസ് ടു 0. അപ്പോഴും ആൻസർ എന്ത് തന്നെ വരത്തുള്ളൂ? 1. ഓക്കെ, ഇതിന് ഒന്നും ആവശ്യമില്ല, ഡയറക്റ്റ് നമുക്ക് എന്ത് എഴുതാം? ആ 1 എഴുതാം. ഇനി നാലാമത്തെ കണക്ക്. നാലാമത്തെ കണക്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് 4⁻5 ഗുണം 4⁻3 ഓക്കെ, അപ്പോ നമ്മൾ ഇവിടെ നോക്കും മൾട്ടിപ്ലിക്കേഷൻ റൂൾ ആണ് നോക്കുന്നത്. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷെ അതിനു മുമ്പ് നമ്മൾ സോൾവ് ചെയ്യേണ്ട ഒരാളുണ്ട്. ഈ രണ്ടാമത്തെ ടേം ഉണ്ട് 4⁻3 ഡബിൾ പവർ ആണ്. ആ ഡബിൾ പവറിനെ നമുക്ക് എന്താക്കാം? സിംഗിൾ പവർ അങ്ങ് ആക്കി വെച്ചേക്കാം ആദ്യം തന്നെ. അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഗുണിച്ചാൽ മതി. ഈ പവറുകൾ തമ്മിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഗുണിച്ചാൽ മതി എന്നല്ലേ നമ്മളിപ്പം പഠിച്ചത്. ഈ 3ഉം 2ഉം കൂടെ തമ്മിൽ എന്ത് അങ്ങോട്ട് ഗുണിച്ച് നമുക്ക് എന്ത് എഴുതാം? 3 2 6 എന്ന് എഴുതാം. ഓക്കെ, കഴിഞ്ഞല്ലോ. ആ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇനിയിപ്പം എന്തായി? നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ റൂൾ പ്രകാരം 4⁻5 + 6. അപ്പൊ ആൻസർ എന്ത് കിട്ടി? 4⁻11. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി നമ്മൾ അഞ്ചാമത്തെ കണക്ക്. അഞ്ചാമത്തെ കണക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് റൈസ് ടു 0 റൈസ് ടു 432. അപ്പൊ നമുക്കറിയാം എനി നമ്പർ റൈസ് ടു 0 എത്രയാണ്? 1 ആണ്. അപ്പൊ എക്സ് റൈസ് ടു 0 എന്ന് പറയുന്നത് എത്രയാണ്? ആ 1 ആണ്. ഓക്കെ, അപ്പൊ 1 റൈസ് ടു 432. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണ്ട, ഇത് ഞാൻ വേറെ രീതി ചെയ്തുതരാം. ഓക്കെ, ഇതിലും നല്ല എളുപ്പ വഴി ചെയ്യാം. നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞല്ലോ. ഇതിപ്പം ഡബിൾ പവർ ആണല്ലോ. ഡബിൾ പവർ ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? എക്സ് റൈസ് ടു 0 ഇൻറ്റു 432. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് വരും? 0 ഗുണം 432 എത്ര വരും? 0. എക്സ് റൈസ് ടു 0 എത്രയാണ്? 1. കാരണം എന്താ? എനി നമ്പർ റൈസ് ടു 0 1. ഇത് ഡബിൾ പവറിന്റെ കണക്കാണ്. ഡബിൾ പവർ വരുമ്പോൾ നമ്മൾ പവറുകൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ ഗുണിച്ചാൽ മതി. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഈ കണക്ക്. ഇനി നമ്മൾ അടുത്ത കണക്ക്, ആറാമത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വന്നാണ് a റൈസ് ടു 4 ഇൻറ്റു a റൈസ് ടു 8 ഡിവൈഡഡ് ബൈ a റൈസ് ടു 12. അപ്പൊ നമുക്ക് ഇവിടെ രണ്ട് കാര്യങ്ങൾ ചെയ്യണം.
മുകളിൽ ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലിക്കേഷനും ഉണ്ട്, ഓക്കെ, ഡിനോമിനേറ്ററിലും മറ്റൊരു ടേം ഉണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ന്യൂമറേറ്ററിലെ കാര്യങ്ങൾ ചെയ്ത് നോക്കാം. a⁴ ഇൻറ്റു a⁸ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ റൂൾ ആണ്. മൾട്ടിപ്ലിക്കേഷൻ റൂൾ പ്രകാരം അത് എന്ത് വരും? a⁴ പ്ലസ് 8. ഇവിടെ a⁻12 അതുപോലെ തന്നെ, ഓക്കെ. അപ്പൊ ന്യൂമറേറ്റർ എന്ത് വരും? 8ഉം 4ഉം 12. അപ്പൊ a⁻12 ഡിവൈഡ് ബൈ a⁻12. അപ്പൊ അറിയാവുന്ന ആളുകളാണെങ്കിൽ ചിലപ്പോൾ വെട്ടിക്കളയും, a⁻12 വെട്ടിക്കളഞ്ഞ് 1 എന്ന് എഴുതും. ഇനി ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ എന്ത് ചെയ്യും? മൾട്ടിപ്ലിക്കേഷൻ റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ a⁻12 മൈനസ് 12. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? a⁻0. അപ്പൊ a⁻0 എത്ര വരും? 1 എന്ന് വരും. ഓക്കെ, അങ്ങനെ. ഇനി അടുത്തൊരു ചോദ്യം, 5⁻4 ഗുണം 5⁻3 ഡിവൈഡ് ബൈ 5⁻7. നമ്മൾ മുകളിൽ ചെയ്ത അതേ പാറ്റേൺ കണക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 5⁻4 ഗുണം 5⁻3 മൾട്ടിപ്ലിക്കേഷൻ റൂൾ ആണ്. അപ്പം പവറുകൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. പവർ ആഡ് ചെയ്യുമ്പോൾ 5⁻7 ബൈ 5⁻7. 5⁻7 5⁻7 വെട്ടിക്കുള്ള 5 നമുക്ക് 1 എന്ന് എഴുതാം, ഓക്കെ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? റൂൾ പ്രകാരം 5⁻7 മൈനസ് 7. അപ്പൊ 5⁻0. 5⁻0 എത്രയാണ്? 1. 1 എന്ന് നമുക്ക് ആൻസർ എഴുതാം. ഇനി മറ്റൊരു ചോദ്യം. അടുത്ത ചോദ്യം വെച്ച് കഴിഞ്ഞാൽ 2⁻2⁻2⁻2 വില എത്ര? ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. അവർ ഇതിന് ബ്രാക്കറ്റ് കൊടുക്കാതെ എഴുതുന്ന മാത്രമല്ല, ഈ ചോദ്യത്തെ നമ്മൾ പൊതുവെ എഴുതുന്നത് 2 സ്ക്വയർ സ്ക്വയർ സ്ക്വയർ. അപ്പൊ ഇവിടെ എത്ര പവർ ഉണ്ട്? ഇത് ട്രിപ്പിൾ പവർ ഉണ്ട്. നോക്കിയേ, 2 2 2 3 തവണ പവർ വന്നിട്ട് ഇതൊരു ട്രിപ്പിൾ പവർ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, ഇവിടെ ഒരു പവർ, അതിനൊരു പവർ, അതിനൊരു പവർ. ഞാൻ പറഞ്ഞു, പവറുകൾ ഇങ്ങനെ അടുപ്പിച്ച് വന്നാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? പവറുകളെല്ലാം കൂടെ ഒന്ന് ഗുണിച്ചാൽ മതി. ഇപ്പം 2 ഗുണം 2 ഗുണം 2, അപ്പം എത്ര കിട്ടും? 2⁻8. അപ്പൊ 2⁻8 നമ്മൾ ഗുണിച്ച് നോക്കാം. 2നെ 8 പ്രാവശ്യം ഗുണിച്ച് നോക്കിയാൽ മതി. 2നെ 8 പ്രാവശ്യം നിങ്ങൾ ഗുണിച്ച് നോക്കിക്കഴിഞ്ഞാൽ 2ന്റെ സ്ക്വയർ 4 ആണ്, ഓക്കെ. 2ന്റെ ക്യൂബ് 8 ആണ്. 2 അല്ലെ? അപ്പൊ നിങ്ങൾക്ക് അറിയാൻ ബേസിക് ആണ്. 2 സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ്. 2 ക്യൂബ് എന്ന് പറയുന്നത് 8 ആണ്. 2⁻4 പിന്നീട് കൊണ്ട് ഗുണിക്കുക, അപ്പൊ 16 ആണ്. 2⁻5 എന്ന് പറയുന്നത് 32 ആണ്. സോറി, 2⁻6 എന്ന് പറയുന്നത് 64 ആണ്. 2⁻7 എന്ന് പറയുന്നത് 128 ആണ്. 2⁻8 എന്ന് പറയുന്നത് 256 ആണ്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 256. ഓക്കെ, മനസ്സിലായി? ഇനി നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവാം. 2⁻0 ഇൻറ്റു 2 ക്യൂബ് ഇൻറ്റു 2 സ്ക്വയർ. അപ്പൊ എന്താ? സെയിം ബേസ് ആണ്, പവറുകൾ തമ്മിൽ അല്ലെ? ഇവിടെ 3 പവറുകളുണ്ട്, ഓക്കെ. 3 പവറുകളുണ്ട്. ആരൊക്കെയാണ് ഇവിടുത്തെ പവർ? 0 ഉണ്ട്, 3 ഉണ്ട്, 2 ഉണ്ട്. മൾട്ടിപ്ലിക്കേഷൻ റൂൾ ആണല്ലോ. മൾട്ടിപ്ലിക്കേഷൻ റൂൾ നമ്മൾ പഠിച്ചിരുന്നു. നമ്മൾ ആദ്യം പഠിച്ചത് മൾട്ടിപ്ലിക്കേഷൻ റൂളാണ്. മൾട്ടിപ്ലിക്കേഷൻ റൂളിൽ എന്താ നമ്മൾ പഠിച്ചിരിക്കുന്നത്? നോക്കൂ, മൾട്ടിപ്ലിക്കേഷൻ റൂൾ a⁻m ഇൻറ്റു a⁻n എന്ന് പറയുന്നത് a⁻m+n ആണെന്ന് പഠിച്ചു. ഇവിടെ 2 എണ്ണം മൾട്ടിപ്ലൈ ചെയ്തതിനെ പറ്റിയാണ് പറയുന്നത്. 3 എണ്ണം മൾട്ടിപ്ലൈ ചെയ്താലും റൂൾ സെയിം തന്നെയാണ്. 4 എണ്ണം മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും റൂൾ സെയിം ആണ്. എന്ത് ചെയ്താൽ മതി? പവറുകൾ തമ്മിൽ നമ്മൾ അങ്ങോട്ട് ആഡ് ചെയ്താൽ മാത്രം മതി, ഓക്കെ. അപ്പം ഇവിടെ എന്ത് വരും? ഓക്കെ, അപ്പൊ ഇവിടെ വരുമ്പോഴത്തേക്ക് 2⁻0 പ്ലസ് 3 പ്ലസ് 2. അപ്പൊ എന്ത് വരും? 2�5. 2�5 എന്ന് പറയുന്നത് എത്രയാണ്? 32 ആണ്, ഓക്കെ. അപ്പൊ ഇത് നിങ്ങൾ മാർക്ക് ചെയ്ത് കേട്ടോ. അപ്പൊ ഞാൻ ആ റൂളിൽ പഠിപ്പിച്ചത് a⁻m ഇൻറ്റു a⁻n എന്താണെന്നാ പഠിച്ചത്? a⁻m+n ആണ് പഠിച്ചത്. ഇനി ഇതിന് കൂടെ ഒരു a⁻p കൂടെ ഇരിക്കട്ടെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ആ പവറുള്ള p കൂടെ ആഡ് ചെയ്യുക. ഇനി ഇവിടെ ഒരു a⁻q കൂടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കട്ടെ. എങ്കിൽ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുക? ആ q കൂടെ ആഡ് ചെയ്യുക. ഇത്രേ ഉള്ളൂ. ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ റൂൾ എന്ന് പറയുന്നത്, ഓക്കെ. നമ്മൾ ആ മൾട്ടിപ്പിൾ പവർ അല്ലേ, ഡബിൾ പവർ, ട്രിപ്പിൾ പവർ എന്നൊക്കെ പറഞ്ഞ കാര്യം പറയുന്നത് അതേപോലെ തന്നെ ഇവിടെ, ഓക്കെ. എത്ര എണ്ണം ഉണ്ടെന്നുള്ള നമുക്ക് വിഷയമല്ല, ഓക്കെ. നമ്മളിവിടെ ഏത് റൂളാണ് അപ്ലൈ ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്ത് അപ്ലൈ ചെയ്താൽ മതി, ഓക്കെ. ക്ലിയർ ആണ്. അപ്പൊ നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. ലാസ്റ്റ് പ്രോബ്ലം. 7�5നെ എന്തുകൊണ്ട് ഗുണിച്ചാൽ 7�9 കിട്ടും? ഓക്കെ,
ഓക്കെ, ചോദ്യം മനസ്സിലായി ചെയ്യുന്നത്. അതായത് 7⁵5നെ എന്തോ ഒരു സാധനം, അതാണ് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ മാർക്കിട്ട്, എന്തോ ഒരു സാധനം കൊണ്ട് ഗുണിക്കുമ്പോൾ 7⁹ കിട്ടും. അതെന്താണ്? ഇച്ചിരിയെങ്കിലും ഇതിനെ പഠിച്ചതോട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം മൾട്ടിപ്ലിക്കേഷൻ റൂൾ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെയും 7⁵5 ആണ്. നോക്കൂ, ഇവിടെയും 7⁵5 ആണ്, ഇവിടെ 7⁹ ആണ്. അപ്പൊ ഇവിടെ എന്ത് വന്നിട്ടുണ്ടായിരിക്കണം? 7⁴ വന്നാലല്ലേ 5ഉം 4 കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടട്ടു? 9 ദിവസം. ആൻസർ എന്ന് പറയുന്നത് 7⁴ ആണ്. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇത് അറിയത്തില്ല, ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ അറിയത്തില്ല. ഓക്കെ, ഇങ്ങനെ ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ എന്ത് എഴുതും? 7⁵5 ഇൻറ്റു എന്തോ കൊണ്ട് അറിയത്തില്ല, അതിനാണ് എക്സ് ഈക്വൽ ടു 7⁹ അപ്പം എക്സ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? 7⁹ ഡിവൈഡ് ബൈ 7⁵5. നമ്മൾ ഡിവിഷൻ റൂൾ ആണല്ലോ, ഡിവിഷൻ റൂൾ ആണെങ്കിൽ 9 മൈനസ് 5, അപ്പം 7⁴ എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ആദ്യം പഠിച്ചത് എന്തായിരുന്നു? മൾട്ടിപ്ലിക്കേഷൻ റൂൾ. ഇതാണ് നമ്മുടെ റൂൾ 1 അല്ലെ? റൂൾ 1 എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് റൂള്. ബേസ് സെയിം ആയിട്ടുള്ള സംഖ്യകളെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ പവറുകൾ തമ്മിൽ ആഡ് ചെയ്താൽ മതി. ഇതാണ് നമ്മുടെ റൂൾ നമ്പർ 1 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി റൂൾ നമ്പർ 2. റൂൾ നമ്പർ 2 എന്താണ്? ഡിവിഷനെ സംബന്ധിച്ചാണ് റൂൾ നമ്പർ 2. ഈ a⁻m ഭാഗം a⁻n എന്ന് എഴുതിയാലും a⁻m ഡിവൈഡഡ് ബൈ a⁻n എന്ന് എഴുതിയാലും രണ്ടും സെയിം ആണ്. ഓക്കെ, അത്തരം കേസ് നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യം വന്നിരിക്കുന്ന ആൾ, ഓക്കെ, ഇവിടെ നമ്മൾ a⁻m, അപ്പൊ എമ്മിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? ഹരിക്കുന്ന സംഖ്യ n കുറയ്ക്കുക. ഓക്കെ, അപ്പൊ a⁻m-n. ഇനി മൂന്നാമത്തെ റൂൾ, നമ്മൾ ഡബിൾ പവർ, ട്രിപ്പിൾ പവർ പറയും കാര്യങ്ങളാണ്. അപ്പൊ പവർ എത്ര എണ്ണം ഉണ്ട് അതെല്ലാം കൂടെ നമ്മൾ അങ്ങോട്ട് എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതേ ഇവിടെ നോക്കി, എമ്മും എന്നും ആണ് ഇവിടുത്തെ പവർ. അതിന് നമ്മൾ ഒന്നിച്ച് ഗുണിച്ച് എന്ത് എഴുതി? mn എന്ന് എഴുതി. ഓക്കെ, പിന്നെ നമ്മൾ നാലാമത്തെ റൂൾ ഒന്നുമില്ല. എനി ബേസ് നമ്പർ, എനി നമ്പർ റൈസ് ടു 0 എത്രയായിരിക്കും? 1 ആയിരിക്കും. 0 എന്ന് എഴുതി വെക്കുന്നത് 1 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കോഴ്സ് ഓഫ് എക്സ്പോണൻസ് അല്ലെങ്കിൽ കൃത്യങ്ങളിൽ പഠിച്ചു.